ഇതാണ് കേരളം. അല്ലാഹു ഇസ്സത്ത് നിലനിർത്തി തരട്ടെ. ഇതൊരാൾക്കും തകർക്കാൻ കഴിയൂല. ഇത് തകർക്കാൻ കഴിയുമെന്ന് മനപ്പാസമായ സമുണ്ട് നടക്കാനല്ലാതെ ഇത് തകർക്കാൻ കഴിയുമെന്ന് വിചാരിക്കേ വേണ്ട. ഇത് അല്ലാഹു ഇസ്സത്ത് ചെയ്ത നാടാണ്. ഇത് അല്ലാഹുവിന്റെ തൗഫീഖിന്റെ നാടാണ്. എത്ര ഒരു സുഡാനിയായ പണ്ഡിതൻ എനിക്കൊരു കിതാബ് ഹദിയത്ത് തന്നു. ഒരു പണ്ഡിതൻ വലിയൊരു കിതാബ്, ഞാൻ വലിയൊരു കിതാബ്. ഞാൻ ഒരു യാത്രയിലായിരുന്നു. അപ്പോൾ പിന്നെ വീട്ടിൽ പോയിട്ട് തുറന്നു നോക്കാന്ന് വിചാരിച്ച് ഞാനത് അവിടെ വെച്ചു. വീട്ടിലെത്തിയിട്ട് യാത്രയിൽ അബുദാബി വഴി യാത്ര ചെയ്യുമ്പോൾ ഒരു വലിയ കിതാബ് എനിക്കൊരു സുഡാനിയായ വലിയൊരു പണ്ഡിതൻ തന്നു. പിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് നോക്കാന്ന് വിചാരിച്ച് തൽക്കാലം പെട്ടിയിൽ വെച്ചു. നോക്കിയില്ല. വീട്ടിൽ കൊണ്ടുവന്ന് തുറന്നു നോക്കുമ്പോൾ കിതാബ് ഏതാണെന്നറിയോ? മുർഷിദ്. എവിടെ ഉണ്ടാക്കിയത്? ആരാ ഉണ്ടാക്കിയത്? മഖ്ദൂം റളിയല്ലാഹു അൻഹു. എവിടെയാ ഉണ്ടാക്കിയത്? പൊന്നാനി. എവിടെയാണ് വ്യാഖ്യാനം വേണ്ടിയത്? ഖർത്തൂമിൽ, സുഡാനിൽ. സുഡാനിലെ ദർസി കിതാബുകളിൽ, സുഡാനിലെ ദർസുകളിൽ പഠിപ്പിക്കുകയാണ് മുർഷിദ്. ആരാണ് മുർഷിദ് ഉണ്ടാക്കിയത്? മഖ്ദൂം, ഇമാമുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു. ഇവിടെ ആരൊക്കെയാ വന്നത്? അവരുടെ ശിഷ്യന്മാരിൽ 28ാമത്തെ മഖ്ദൂമായ നൂറുദ്ദീൻ മഖ്ദൂമിന്റെ ശിഷ്യനാണ് മഹാനായ കുഞ്ഞഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. കോഴിക്കോട്ടെ പഞ്ചാര മണപ്പുറത്ത്, പഞ്ചസാര മണൽപ്പുറത്ത് മഹാനായ ശംസുൽ ഉലമ, ഈ ഉമ്മത്ത് കണ്ട ഖുത്ബാനിയത്തിന്റെ മഖാമെത്തിച്ച മഹാനായ ശംസുൽ ഉലമ റഹിമഹുല്ലാഹ് പ്രസംഗിക്കുന്നത് എന്റെ ചെവിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. കുഞ്ഞായി മുസ്ലിയാർ നിങ്ങൾ വിചാരിച്ച തമാശക്കാരനല്ല, അള്ളാന്റെ ആരിഫായ വലിയ. പല ഔലിയാക്കളും പല മട്ടാണ്. ചില ഔലിയാക്കൾ തമാശയാണ്. പലരും പല കോലമാണ്. കോഴിക്കോട്ടുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട സുലൈമാൻ മുസ്ലിയാര്. പോരക്ക് തീ കൊടുത്തപ്പോൾ പോലീസ് വന്നു. എന്താ മുസ്ലിയാരെ നിങ്ങൾക്ക്, മുസ്ലിയാരെ എന്താ പോരക്കൊക്കെ തീ കൊടുക്കാൻ പറ്റുമോ മുസ്ലിയാരെ എന്ന് ബഹുമാനപ്പെട്ട സുലൈമാൻ മുസ്ലിയാരോട് ചോദിച്ചു. ഔലിയാക്കൾ പല കോല ചോദിച്ചു. അപ്പോൾ SI വന്ന് ചോദിച്ചപ്പോ SIയോട് സുലൈമാൻ മുസ്ലിയാർ തിരിച്ചു ചോദിച്ചു, ഈ വന്നിട്ട് എന്നോട് എന്തിനാ പോരക്ക് തീ കൊടുത്തതെന്ന് ചോദിക്കല്ലേ, ഈ എന്നോട് ആദ്യം എങ്ങനെ ചോദിക്ക്, എന്തിനാ പോര ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്നു. അപ്പൊ SI ചോദിച്ചു, എന്തിനാ മുസ്ലിയാരെ പോര ഉണ്ടാക്കിയത്? അപ്പൊ പറഞ്ഞു, തീ കൊടുക്കാൻ തന്നെ. അതാണ് പല കോല. അവർ ഉഖലാഉൽ മജാനീൻ, ബുദ്ധിയുള്ള ഭ്രാന്തന്മാരാണ്. നമ്മളെ കാഴ്ചയിൽ ഒരു ഭ്രാന്തന്മാരാണ്. ഒരു അള്ളാന്റെ മാരിഫത്തിന്റെ ലോകത്താണ്. അള്ളാഹു ആ മഹാന്മാരിലേക്ക് ചേരാൻ നമുക്കും തൗഫീഖ് തരട്ടെ. അവരെ പിൻപറ്റുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ. ചിന്തിക്കും, ഇവിടെയാണ് ലോകം കണ്ട കിതാബുകൾ മുഴുവനും ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കുഞ്ഞൈ മുസ്ലിയാരാണ് 600 വരികളുള്ള സഫീനത്തുമാല എഴുതിയത്. സഫീനത്തുമാല ചരിത്രത്തിലെ അത്ഭുതം. സഫീനത്തുമാല മഹാനായ കുഞ്ഞൈ മുസ്ലിയാർ. ഏതാ സഫീനത്തുമാല? ഖുർആനും ഹദീസും കൂടി കവിതയാക്കി. സഫീനത്തുമാല കവിതയാക്കി. ബഹുമാനപ്പെട്ട കുഞ്ഞൈ മുസ്ലിയാർ റിയാദുസ് സ്വാലിഹീൻ മലയാളത്തിലേക്ക് കവിതയാക്കി. മണിപ്രവാളത്തിൽ അതിമനോഹരമായ കവിത എഴുതി മങ്ങാട്ടച്ചന്റെ മുന്നിൽ കാണിച്ചപ്പോൾ സാമൂതിരി തിരുമനസിന്റെ പ്രധാനമന്ത്രിയായിരുന്നു മങ്ങാട്ടച്ചൻ. നിങ്ങൾ മങ്ങാട്ടച്ചൻ എന്ന് വിചാരിച്ചാല് ഏതോ അങ്ങാടി കൂടെ തെണ്ടി നടന്ന ആളല്ല. സാമൂതിരി തിരുമനസിന്റെ പ്രധാനമന്ത്രിയാ മങ്ങാട്ടച്ചൻ. മങ്ങോട്ടച്ചൻ പറഞ്ഞു, മുസ്ലിയാരെ ഇത് തിരക്കടില്ലല്ലോ, ഇത് നാം ചക്രവർത്തി തിരുമനസിനെ കാണിക്കും. ചക്രവർത്തി തിരുമനസിന്റെ മുന്നിൽ റിയാദുസ് സാലിഹീൻ കവിതയാക്കിയ ഖുർആനും ഹദീസും റിയാദുസ് സാലിഹീൻ അത് കവിതയാക്കി എഴുതിയത് ചക്രവർത്തി തിരുമനസിനെ കാണിച്ചപ്പോൾ സാമൂതിരി രാജാവ് പറഞ്ഞു, അത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടതെല്ലാം ഖജനാവിൽ നോം നൽകി. അങ്ങനെ ആദ്യത്തെ റിയാദുസ് സാലിഹിന്റെ വ്യാഖ്യാനം ഹിന്ദുവായ സാമൂതിരി രാജാവാണ് കൊടുത്തത്. അപ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് വലിയ സന്തോഷമായി. അടുത്ത ഹബീബ റസൂലുള്ളാഹിനെ പറ്റി നൂൽ മദ്ഹ് എഴുതി. 600 വരിയാൽ വീണ്ടും നൂൽ മദ്ഹ് എഴുതി. നൂൽ മദ്ഹ് പ്രസിദ്ധീകരിച്ചതും ചക്രവർത്തി സാമൂതിരി ചക്രവർത്തി തന്നെ. എന്റെ തമാശയല്ല, വലിയ ആളല്ലേ. ഇവിടെ വന്ന തമാശക്കാർ പോലും ഔലിയാക്കളും ആരിഫീങ്ങളും എഴുതി. എന്റെ ഉസ്താദ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, കുളിപ്പിച്ച് ഇങ്ങനെ കിടത്തി കഫൻ ചെയ്യാ കുഞ്ഞായി മുസ്ലിയാരെ. ഇങ്ങനെ കിടത്തിയിട്ട് ഇങ്ങനെ കഫൻ ചെയ്തപ്പോ മെല്ലെ വലത്തെ കൈയും കാലും ഇങ്ങനെ ഒന്ന് പൊന്തിച്ച്. അപ്പൊ ഏട്ടൻ വന്നിട്ട് ഇങ്ങനെ തിരുമ്മിയിട്ട് വലത്തെ കാല് താഴ്ത്തി. അപ്പോൾ ഇടത്തെ കാല് പൊന്തിച്ച്. അപ്പോൾ ബാപ്പ വന്ന് പറഞ്ഞു, കുഞ്ഞായിനെ ചിന്നെങ്കിലും തമാശയാക്കല്ലേ, ഇപ്പൊ മരിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ മുസ്ലിയാർ. മരിച്ചിട്ട് കറാമത്ത് കാട്ടിയ വലിയാണ് കുഞ്ഞായി മുസ്ലിയാർ.
അതൊക്കെ ഈ മണ്ണിലെ തമാശക്കാർ പോലും ഔലിയാക്കളാ. നിങ്ങൾ എന്താ കേരളം എന്നാ വിചാരിച്ചത്? ഈ മണ്ണിൽ കടന്നു കയറാൻ ഒരാളും വിചാരിക്കണ്ട. ഇത് ബഹറിൽ പ്ലാസ്റ്റിക്കിന്റെ കന്നാസ് ഇട്ടതുപോലെയാണ്. പ്ലാസ്റ്റിക്കിന്റെ കന്നാസ് ഏത് ബഹറിന്റെ നടുവ് കൊണ്ടുകിട്ടാലും 2 ദിവസം കൊണ്ട് കരയിലേക്ക് തുപ്പും. ഏത് ഡ്യൂപ്ലിക്കേറ്റും ഇവിടെ കരയ്ക്ക് തുപ്പി അടിച്ച് പുറത്താക്കി കളയും. ഇത് ബഹറാണ്, ഇത് കേരളമാണ്. ഞാൻ പറഞ്ഞില്ലേ, കേരളം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ അളമല്ല. അതാണ് കേരളം. അറബികൾ ഖൈറുള്ള എന്ന് പറഞ്ഞപ്പോൾ ഇംഗ്ലീഷുകാർ അതേ വാക്ക് ഇംഗ്ലീഷാക്കി ഗോഡ്സ് ഓൺ കൺട്രി, രണ്ടൊരു വാക്കാണ്. അപ്പോൾ ഞങ്ങൾ മുസ്ലിം ചരിത്രകാരന്മാർക്ക് പിഴച്ചിട്ടില്ല. കേരളത്തിന്റെ അളം എന്ന് പറഞ്ഞവർക്ക് പിഴച്ചത്, ഞങ്ങൾക്ക് പിഴച്ചിട്ടില്ല. ഞങ്ങൾ കൃത്യതണ്ട് ഞങ്ങൾ പറഞ്ഞ വാക്കിന്. ഖൈറുള്ള, കേരളം അറബികൾ പറഞ്ഞ വാക്ക ഖൈറുള്ള. ആ വാക്ക് ഇംഗ്ലീഷുകാർ കേട്ടപ്പോൾ അവർ അങ്ങനെ തന്നെ ഇംഗ്ലീഷ്കരിച്ചു. അവരത് ഇംഗ്ലീഷാക്കിയിട്ട് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുഴ ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴക്ക് ഭാരതപ്പുഴ എന്ന് പറയുന്നത് സ്വാഭാവിക. ഇന്ത്യയിൽ ഭാരതപ്പുഴ എന്ന പേരിൽ പുഴ ഉണ്ടാവുക സ്വാഭാവിക, അത് ഉറപ്പാ. എന്തുകൊണ്ട്? ഭാരതത്തിന് ഭാരതം എന്ന പേരിടാൻ കാരണം ശ്രീരാമന്റെ അനുജൻ ഭരതൻ ഭരിച്ച രാജ്യം എന്നതുകൊണ്ട് ചരിത്രാതീത കാലം മുതൽ ഇതിഹാസങ്ങൾ, ഉപനിഷത്തുകൾ ഇന്ത്യയെ ഭാരതം എന്ന് വിളിച്ചിട്ടുണ്ട്. അതൊരു മതവിഭാഗത്തിന്റെ ഒരു മിത്താണ്. ആയിക്കോട്ടെ, ഞാനത് സമ്മതിക്കുന്നു. അപ്പൊ കേരളത്തിലെ ഒരു നദിക്ക് ഭാരതപ്പുഴ എന്ന് പറയുന്നത് സ്വാഭാവിക. പക്ഷെ നീളാനദി എങ്ങനെ പറയാ? അതേതാ ഭാഷ? അത് ഇംഗ്ലീഷോ, അത് മലയാളോ, അത് സംസ്കൃതോ? നളൻ എന്നൊരാൾ പുരാണത്തിലുണ്ട്. നിള അതെന്താണെന്നറിയോ? അത് പൊന്നാനിയിൽ കപ്പലിറങ്ങിയ അറബികൾ വടക്കോട്ട് സഞ്ചരിച്ചു. കാസർകോട്ടേക്കും കോഴിക്കോട്ടേക്കും തലശ്ശേരിയിലേക്കും വന്നിട്ടുള്ള അറബികൾ ഏറ്റവും വലിയ ഒരു പുഴ കണ്ടപ്പോൾ, വടക്കോട്ട് വന്നപ്പോൾ ആദ്യത്തെ കണ്ട പുഴ മനോഹരമായ വലിയൊരു പുഴ കണ്ടു, നിറഞ്ഞൊഴുകുന്ന അക്കാലത്തെ ഭാരതപ്പുഴ. അത് കണ്ടപ്പോൾ അതിനവർ അന്നയിൽ 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 എന്ന് വിളിച്ചു. നെയിൽ നെയിൽ എന്ന വാക്കിലോപ്പിച്ച് നിളയായി. അതാണ് നിളാനദി. ഭാരതപ്പുഴയുടെ സാഹിത്യ നാമമാണ് നിളാനദി. അത് സാഹിത്യകാരന്മാരിട്ട നാമവുമാണ്. ലോകത്ത് 2 സാഹിത്യകാരന്മാർ, ഒന്ന് അറബികളും ഒന്ന് ഗ്രീക്കുകാരുമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ഈ മണ്ണിന്റെ പ്രത്യേകത നമ്മൾ ചിന്തിക്കണം. ഇവിടെ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ സ്വഹാബത്ത് വന്നു, പിന്നെ ഇമാമിങ്ങൾ വന്നു. എല്ലാ ഇമാം, എത്ര മഹാന്മാർ. ഏകദേശം ഖാദിരി ത്വരീഖത്തിന്റെ മശായിഖന്മാർ ഇവിടെ വന്നു, നഖ്ശബന്ദി ത്വരീഖത്തിന്റെ മശായിഖന്മാർ, ചിശ്തി ത്വരീഖത്തിന്റെ മശായിഖന്മാർ, യശാദുരി ത്വരീഖത്തിന്റെ മശായിഖന്മാർ. ലോകത്ത് വന്നിട്ടുള്ള എല്ലാ ഹഖായ ത്വരീഖത്തിന്റെ മഹാന്മാരും കേരളത്തിൽ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമ്മത്ത് മുഹമ്മദിൻ അൽ-അഇമ്മത്തുൽ കിറാം. പിന്നെയോ സാദാത്യങ്ങൾ, പ്രധാനപ്പെട്ട സാദാത്യങ്ങൾ ഹദർമൗത്തിൽ നിന്നും തെരീമിൽ നിന്നുമാണ് വന്നത്. തെരീമിൽ നിന്നാണ് ശിഹാബി കബീല വന്നത്. സ്വർഗത്തിൽ പോലും തെരീമിലെ സയ്യിദന്മാർക്ക് വേറെ ഏരിയ ഉണ്ടാകുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അവിടുന്ന് വന്നവരാണ് ഇന്നും കേരളത്തിന്റെ അമരക്കാർ, ശിഹാബി കുടുംബം. അവർ തെരീമിൽ നിന്നാണ് വന്നത്. നിങ്ങൾ ഇവിടെ ഉണ്ടാ? മനസ്സിലായില്ലേ വന്നത്? തെരീം 2 നാട്ടിൽ നിന്നാണ് കേരളത്തിൽ പ്രധാനമായി സാദാത്യങ്ങൾ വന്നത്. ഒന്ന് തെരീം, ഒന്ന് ഹദർമൗത്ത്. തെരീം എന്നാൽ സ്വർഗത്തിൽ പ്രത്യേക ഏരിയയാണ്. ആർക്ക്? തെരീമികൾക്ക്. ഒരാൾ വന്നാൽ, ഒരു സദസ്സിലേക്ക് ഒരാൾ വന്നാൽ സിദ്ദീഖുൽ അക്ബർ ചോദിക്കും, മിൻവൈൻ, എവിടുന്നാ ഈ വന്നത്? മിൻ തെരീം എന്ന് പറഞ്ഞാൽ ഫയഖൂം, ഉടനെ എണീക്കും സയ്യിദുന സിദ്ദീഖ്. തെരീമിൽ നിന്ന് വന്ന ആളുകളെ സിദ്ദീഖിന് ഭയങ്കര പേടിയാണ്, ബഹുമാനം. കാരണം തെരീമികൾക്ക് സ്വർഗത്തിൽ പ്രത്യേക പദവി ഉണ്ടെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. ആ തെരീമിൽ നിന്ന് വന്ന ആൺകുട്ടികളെ പിൻതലമുറക്കാരാണ് ഇന്നും കേരളത്തിലെ ന്യായാധിപന്മാർ, പാണക്കാട് സയ്യിദ് കുടുംബം. അല്ലാഹുവിന്റെ ഇസ്സത്ത് നിലനിർത്തി കൊടുക്കട്ടെ. ഹദർമൗത്തിൽ നിന്ന് വന്നു, പലരും വന്നു, കപ്പലില്ലാതെ വന്നു. തിണ്ടോടിച്ച തങ്ങൾ ബഹുമാനപ്പെട്ട മമ്പാട് സീതിക്കോയ തിണ്ടോടിച്ച വന്നത്. സീതിക്കോയ, മമ്പാട് സീതിക്കോയ ബഹുമാനപ്പെട്ടവർ തിണ്ടോടിച്ച വന്നത്. ചെറിയ കുഞ്ഞുമോനായിരുന്നു. മമ്പർത്ത തങ്ങൾ പാപ്പയോട് കൂടെ ഹദർമൗത്തിലേക്ക് വന്ന് കേരളത്തിലേക്ക് വരണം. തങ്ങളാ കേരളത്തിലേക്ക് വരുന്ന ദിവസമാണ്. അപ്പോൾ ചോദിച്ച്, എനിക്ക് കേരളത്തിലേക്ക് വരാൻ കൊതിയുണ്ടെന്ന് സീതിക്കോയ മോൻ പറഞ്ഞു. കോയ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തിയപ്പോൾ കോയയാണ്. അസല് ഹോജ മിനൽ ഖവാജാൻ. യമനിലെ പ്രധാനപ്പെട്ട കബീലക്കാരെ ഖവാജി എന്ന് പറയും. അതാണ് ഹോജ. അത് കേരളത്തിലെത്തിയപ്പോൾ
കോയയായി. അതാണ് ഷെയ്ഖ് മാമുക്കോയ. മാമുക്കോയ അസ്ലുഹു ഇമാം കോയ, ഇമാം ഖോജ. നിങ്ങൾ വിചാരിച്ച മാമുക്കോയ അല്ല, നിങ്ങൾ വിചാരിച്ച മറ്റേ മാമുക്കോയ അല്ല. ഫ്രാൻസിസ് റോട്ടിൽ കിടക്കുന്നുണ്ട് ഇമാം ഖോജ അബുൽ വഫാ ശംസുദ്ദീൻ മുഹമ്മദ് ബിൻ അലാഉദ്ദീൻ അൽ-ഹിംസി റളിയല്ലാഹു അൻഹു. അതാണ് ഇമാം ഖോജ. അത് ഇമാം ഖോജ ലോപിച്ച് പിന്നീട് ഇമാം കോയയായി, പിന്നെ അത് മാമുക്കോയ. ബഹുമാനപ്പെട്ട സീതി കോയ റഹ്മത്തുള്ളാഹി കുഞ്ഞുമോന, അവർക്ക് വാഹനമില്ല. ഒരു കുതിരക്കാരൻ വീട്ടുപടിക്കിലൂടെ വന്നപ്പോൾ കുതിരക്കാരനോട് ചോദിച്ചു, കുതിരക്കാര എന്നെ കൂടി ഹളർമൗത്തിൽ കൊണ്ടുപോകുമോ? അപ്പൊ കുതിരക്കാരൻ മുഖം വെട്ടി കടന്നുപോയി. അപ്പോൾ കുട്ടിക്ക് ദേഷ്യം പിടിച്ചു. കയ്യിലുണ്ട മിസ്വാക്ക് കൊണ്ട് തിണ്ടിനൊരു അടി കൊടുത്തു. തിണ്ട് നേരെ ഓടി. മമ്പറത്തെ തങ്ങൾ പാപ്പ ഹളർമൗലത്തിലെത്തിയപ്പോൾ തിണ്ടിന്റെ പുറത്ത് കുഞ്ഞുമോൻ നിൽക്കുന്നുണ്ട്. ആ കുഞ്ഞുമോനെയും കൂട്ടി കേരളത്തിലേക്ക് വന്നു. കുഞ്ഞുമോനോട് നേരെ കിഴക്കോട്ട് പോകാൻ പറഞ്ഞു. കിഴക്കിരുത്തി. പിന്നെ സയ്യിദ് ഫളലിനെ ജനിച്ചപ്പോൾ സയ്യിദ് ഫളലിനെ നോക്കാൻ ഈ സീതി കോയയെ ഏൽപ്പിച്ചു. ആ സീതി കോയയുടെ ശിഷ്യനാണ് സയ്യിദ് ഫളൽ. ആ സയ്യിദ് ഫളലിലാണ് ബ്രിട്ടീഷുകാർ ആ സയ്യിദ് ഫളലിനെ കൊണ്ട് തുടങ്ങിയത് റഹ്മത്തുള്ളാഹി അലൈഹി. ഞാൻ വിശദീകരിക്കുന്നില്ല. നിങ്ങളെ ചിന്തിക്കണം, ഇത് ഭൂമിക്ക് മുകളിൽ ആകാശത്തിന്റെ ചുവട്ടിൽ അല്ലാഹു അനുഗ്രഹിച്ച മണ്ണാണ് കേരളം. അല്ലാഹു ഈ ഇജ്ജത്ത് നിലനിർത്തി തരട്ടെ. ഇത് നിലനിർത്താൻ വേണ്ടി ഇത് നശിപ്പിക്കാൻ ഒരു സംഘം ചില വ്യക്തി താല്പര്യങ്ങളും കുൽസിത ശ്രമങ്ങളും 1921 ലഹളയോടനുബന്ധിച്ച് ആ തൊട്ടടുത്ത കാലഘട്ടങ്ങളിൽ നടന്നപ്പോൾ ഇവിടുത്തെ അടിസ്ഥാനവും ദീനും സത്യസന്ധതയും നന്മയുമെല്ലാം നശിപ്പിച്ചു കളയാനുള്ള എല്ലാവിധ ശ്രമങ്ങളും ഉണ്ടായപ്പോൾ അപ്പോൾ എണീറ്റിരുന്നു ഈ ഉമ്മത്തിലെ മഹാനായ നേതാവ് വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങൾ റഹ്മഹുല്ലാഹ്. അവര് സമാന്റെ ഖുതുബായിരുന്നു. ഒരുപാട് സമാന്റെ ഖുതുബിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ. ഞാൻ പിന്നീട് പറയാം. നമ്മൾ ചിന്തിക്കണം, സമസ്ത ചെറിയ ഒരു സംഘടനയല്ല, അതൊരു സംഘടനയല്ല, അതൊരു ദീനിന്റെ ഉസ്ബത്താണ്, അത് ദീനിന്റെ ഹിസ്ബാണ്. ഉലൈക ഹിസ്ബുല്ലാഹ്, അത് അള്ളാന്റെ പാർട്ടിയാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിനെ അടിക്കാൻ ശ്രമിച്ചവൻ എന്റെ കൈ സ്വയം കഴക്കുന്നല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് കേരള മുസ്ലിം നഫസിൽ അന്ത്യനാൾ വരെ നിലനിൽക്കും. ഇത് ബഹുമാല ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ് ഫബിഹുദാഹു മുഖ്തദി. ആരാണ് നേതൃത്വം നൽകിയത്? വരക്കൽ ബാലവി റഹ്മഹുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ശറഫ് വർദ്ധിപ്പിക്കട്ടെ. വലിയ മഹാനായിരുന്നു. അപ്പോൾ കൂടെ നിന്ന് കൊടുത്തു ആര്? മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നബറല്ലാഹു മർഖദാ. ആരാ പാങ്ങിക്കാരൻ? സമസ്തയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. പാങ്ങിക്കാരന്റെ ദർസിൽ ഓതിയിരുന്നത് സുഡാനിൽ നിന്ന്, യമനിൽ നിന്ന്, മിസ്റിൽ നിന്ന്, ദിമഷ്കിൽ നിന്ന് ഉള്ള കുട്ടികൾ ഓതിയിരുന്നു. താനൂരിൽ, ഇസ്ലാഹിൽ വിദേശ കുട്ടികൾക്ക് വരെ അഡ്മിഷൻ കൊടുക്കാൻ വേണ്ടി ദർസ് ഹാൾ വികസിപ്പിച്ചു. 1928 ദർസ് ഹാളിന് ചെലവാക്കിയത് 40,000 വെള്ളി ഉറുപ്പ്യ. മനസ്സിലായില്ല? കുട്ടികളെ ക്യാൻറ്റീനും ദർസ് ഹാളിനും വേണ്ടി 1928 ചെലവാക്കിയത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ദർസ് നടത്തുന്ന ദർസ് ഹാൾ ഉണ്ടാക്കാൻ ചെലവാക്കിയത് 40,000 വെള്ളി ഉറുപ്പിക. 1 ഉറുപ്പ്യക്ക് 10 ഏക്കർ ഭൂമി കിട്ടുന്ന കാലത്ത്. അതാ 40,000 വെള്ളി ഉറുപ്പ്യ എന്ന് പറഞ്ഞാൽ 2 വട്ടം കഫ്റ്റീരി കയറാനേ തികയുള്ളൂ. ഇന്നത്തെ കഥയല്ല. 1928 40,000 വെള്ളി ഉറുപ്പിക ചെലവഴിച്ചാണ് പാങ്ങക്കാരന് ദർസാൽ ഉണ്ടാക്കി കൊടുത്തത്. ആരാ പഠിച്ചിരുന്നത്? പഠിച്ചത് യമനിൽ നിന്ന്, സുഡാനിൽ നിന്ന്, ദിമഷ്കിൽ നിന്ന്, മിസ്റിൽ നിന്ന് കുട്ടികൾ പാങ്ങിൽ അഹമ്മദ് കുട്ടിക മുസ്ലിയാരെ പാണ്ഡിത്യം അന്വേഷിച്ച് ഇവിടെ പഠിക്കാൻ വന്നിട്ടുണ്ട്. അതായത് സമസ്തയുടെ ആദ്യത്തെ സെക്രട്ടറി ഇമാമാണ്. ഒരു ഇമാമാകാൻ മാത്രം യോഗ്യതയുള്ള മഹാനായിരുന്നു പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ ഇത് സൽസരണിയാണ്. ഏതാ സൽസരണി? ലോകത്തെ ഏറ്റവും വലിയ അധികാരത്തിന്റെ മുന്നിൽ നിന്നും സയ്യിദുനാ യൂസുഫ് അന്നും എന്താ ദുആ ചെയ്തത്? റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി
من تأويل الحادث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. സാലിഹീങ്ങളോട് എന്നെ ചേർക്കണമെന്ന് ദുആ ചെയ്തു സയ്യിദുനാ യൂസുഫ്. ഉറക്കെ പറ സയ്യിദുനാ യൂസുഫ്. അപ്പോൾ സാലിഹീങ്ങളെ സംഘത്തിലെ നിൽക്കാൻ പാടുള്ളൂ എന്ന് സാരം. ഉറുപ്പ്യയുടെ പുറത്തോ സൗകര്യങ്ങളെ പുറത്തോ പണത്തിന്റെ പുറത്തോ കേറിയാൽ ദുന്യാവും തന്നെ പൊളിഞ്ഞു, ആഖിറത്തിൽ ബാക്കി ഉണ്ടാവില്ല. ദുന്യാവും തന്നെ പൊളിയും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആരും പണത്തിന്റെ മേലെ കയറാൻ നിൽക്കുന്നുണ്ട്. അത് മാലഹാമിൻ ഖറാർ, അതിനൊന്നും ഒരു വിലയുമില്ല. ഉറുപ്പ്യെ കൊണ്ടൊന്നും വിലയില്ല. വില എന്തിനാ? ദീനിനാ. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അല്ലാഹുവിന്റെ ആരിഫീങ്ങളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയത്. ആദ്യത്തെ മുഅസ്സിസ് ഫൗണ്ടർ, ഉമ്മത്ത് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഖുത്ബാനിയത്തിന് മഖാമെത്തിച്ച വരക്കൽ ബഅലവി റഹ്മഹുല്ലാഹ് കൊടുക്കട്ടെ. ആദ്യത്തെ സെക്രട്ടറി 20-ാം നൂറ്റാണ്ട് കണ്ട അഇമ്മത്തിൽ ഒരാളായ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. അവരുടെ ദർസിൽ പഠിച്ചിരുന്നത് യമനിൽ നിന്ന്, സുഡാനിൽ നിന്ന്, ദിമഷ്കിൽ നിന്ന്, മിസ്റിൽ നിന്ന് കുട്ടികൾ അവരുടെ ദർസിൽ പഠിച്ചിരുന്നു. അപ്പോൾ അവരുടെ ഇൽമു എത്രയായിരിക്കും? പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവറല്ലാഹു മർഖദ, ഉറക്കപ്പറ, വെറുതെ ഇരിക്കല്ല. നവറല്ലാഹു മർഖദ. അല്ലാഹു അവർക്ക് അവരുടെ മഗ്ഫിറത്ത് അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല ഖബർ സന്തോഷം കൊണ്ട് പ്രകാശിപ്പിക്കട്ടെ. മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അവർക്കെതിരെ ബിദ്അത്തിന്റെ കക്ഷികൾ തിരുവിതാംകൂർ രാജാവിന്റെ മുന്നിൽ കേസ് കൊടുത്തു. ഇയാൾ തിരുവിതാംകൂറിൽ പ്രസംഗിക്കാൻ പാങ്ങക്കാരൻ വന്നപ്പോൾ ബിദ്അത്തിന്റെ കക്ഷികൾ, കേരള നദവത്തുൽ മുജാഹിദിന്റെ അക്കാലത്തെ നേതാക്കന്മാർ, ഇയാളെ പ്രസംഗിക്കരുത്, ഇയാൾ പ്രസംഗിച്ചാൽ ആപത്തുണ്ടാകും, രാജ്യം രണ്ടാകും, ഹിന്ദു മുസ്ലിം കലാപമുണ്ടാകും എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ്, നീതിമാനായ രാജാവ് എന്ത് ചെയ്തു? പ്രസംഗം ഇരുന്ന് കേൾക്കാൻ തീരുമാനിച്ചു. ബഹുമാനപ്പെട്ടവരുടെ പ്രസംഗം ഇരുന്ന് രാജാവ് കേട്ടപ്പോൾ സുബ്ഹാനല്ലാഹ്, തിരുവിതാംകൂറും തിരുകൊച്ചിയും തിരുവനന്തപുരം വരെയുള്ള ശ്രീ പത്മനാഭന്റെ നാടായ തിരുവനന്തപുരം മുതൽ തിരുകൊച്ചി മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രദേശങ്ങളിൽ, ഓരോ പ്രദേശങ്ങളിലും കവലകളിലും വില്ലേജുകളിലും പാങ്ങക്കാരന്റെ പ്രസംഗം നടത്താനുള്ള ചെലവ് രാജാവ് തന്നെ നൽകി. അത്രയും ഹൃദയസ്പൃക്കായ അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തുന്ന പ്രഭാഷകനായിരുന്നു. വലിയ ആരിഫായിരുന്നു, വലിയ സുദ്ദീഖായിരുന്നു, ആലിമായിരുന്നു, ഇംഗ്ലീഷ് ഭാഷ വശമുള്ള മഹാനായിരുന്നു. സമസ്ത ഇംഗ്ലീഷിനെതിരാണ് ചില ആളുകൾ പറഞ്ഞുണ്ടാക്കി, സമസ്ത ഇംഗ്ലീഷിനെതിരാണ് ചില ആളുകൾ പറഞ്ഞുണ്ടാക്കുക, സമസ്ത ഇംഗ്ലീഷിനെതിരായിരുന്നു. സമസ്ത ഇവിടെ രാജ്യത്തിന്റെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഹിച്ച്കോക്കിനെ പോലെയുള്ള ഇംഗ്ലീഷുകാർക്കെതിരെ പ്രസംഗിച്ചിട്ടുണ്ട്. ഹിച്ച്കോക്ക് എന്നാൽ ഈ രാജ്യത്തിനെ അട്ടിമറിക്കാൻ ശ്രമിച്ച ഒരു സായിപ്പാണ്. അപ്പൊ അയാൾ ഭാഷ നിരാകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിലെ ഉലമാക്കൾ മാത്രമല്ല പറഞ്ഞത്, സർവ്വേന്ത്യ ഉലമാക്കൾ വരെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചരിത്രപരമായി സ്വാതന്ത്ര്യത്തിന്റെ സമരത്തിന്റെ ഭാഗം ആത്മാർത്ഥതയാണ്. എന്നിട്ടും കൊഞ്ഞനം കുട്ടി ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ കഴിയുന്ന ആളായിരുന്നു പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. പ്രൗഢമായ ശബ്ദം. 1928 മലപ്പുറം കുന്നിന്റെ മുകളിൽ പാങ്ങക്കാരൻ പ്രസംഗിച്ചു. മൈക്കല്ല, അങ്ങനെ പ്രസംഗിക്ക. 10,000-കണക്കായ ആളുകൾ തക്ബീർ ചൊല്ലുക. അപ്പൊ എന്തായിരിക്കും പ്രസംഗം? നിങ്ങളുടെ സ്ഥലത്തുണ്ടോ? നിങ്ങളുടെ സ്ഥലത്തുണ്ടോ? നിങ്ങൾ സ്ഥലത്തുണ്ടോ? നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലായോ? 1928 ബ്രിട്ടീഷുകാർക്കെതിരെ 10,000-കണക്കായ ജനങ്ങൾക്ക് സാക്ഷി നിർത്തി പ്രസംഗിച്ചു പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, സമസ്തയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി. 10,000-കണക്കായ തക്ബീർ ചൊല്ലി സ്വീകരിച്ചു. ബ്രിട്ടീഷുകാരെ കോട്ട കൊത്തളങ്ങളെ തകർത്ത പ്രസംഗം നടത്തി. സമസ്തയുടെ ആദ്യത്തെ അമരക്കാരന്മാരിൽ ഒരാൾ, ആദ്യത്തെ ജനറൽ സെക്രട്ടറി മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. പിന്നെ ആ വഴിയിൽ പല ആളുകൾ വന്നു. എത്ര? റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ, ശുജാഇ മൊയ്ദ് മുസ്ലിയാർ, എത്ര ഷജാഇ മൊയ്ദ് മുസ്ലിയാർ, അവരുടെ കുടുംബം ആരൊക്കെ വന്നു. അവരൊക്കെ ചില്ലറക്കാരാണ് ഞങ്ങൾ വിചാരിച്ചത്. പൊട്ടാണി മുണ്ടുള്ളി പിന്നെ ചോരക്കെട്ട, പിന്നെ നീ കാഷ്ടം ചുമന്നോരു കൊട്ട. നട്ടാൽ പുൽനെല്ല് വിളയുമോ പൊട്ട, നാരായം വിട്ടാസ് ചുറ്റുമോ പൊട്ട.
നിമുൻതുള്ളി പിന്നെ ചോരക്കട്ട പിന്നെ നീ കാഷ്ടം ചുമന്നോരു കൊട്ട ചപ്പെട്ടാലോ ചത്ത ചകമല്ലേ പൊട്ട പരമിന്റെ ഉടൽക്ക് ബഹുമാനം പൊട്ട നട്ടാൽ പുന്നല് വിളയുമോ പൊട്ട നരായം വിട്ടാസ് ചുറ്റുമോ പൊട്ട. കേരളം കണ്ട ബുദ്ധിമാനായ കവി. പക്ഷെ കവിതയോടും സാഹിത്യത്തോടുമുള്ള ബന്ധമൊക്കെ മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയപ്പോ നമുക്കാകെ ബന്ധം പാസ്പോർട്ടിനോടാണ്. പിന്നെ നമുക്ക് നമ്മളെ മഹാന്മാരെ തിരിച്ചറിയൂ. കേരളത്തിന്റെ മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛനാണെന്ന് ആരാ പറഞ്ഞത്? തുഞ്ചത്തെഴുത്തച്ഛൻ അധ്യാത്മരാമായണം എഴുതുന്നത് AD 1612 മലയാളത്തിലെ ആദ്യത്തെ മണിപ്രവാളത്തിലെ സാഹിത്യകൃതി AD 1612 എന്ന് അനുമാനിക്കപ്പെടുന്നു. മണിപ്രവാളത്തിൽ അധ്യാത്മരാമായണം തുഞ്ചത്തെഴുത്തച്ഛൻ AD 1612. അതുകൊണ്ട് പറയും മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛനാണ്. ഞാനൊരു ചരിത്രകാരനോടൊന്ന് പറയട്ടെ. ഞാനത് KK കുറുപ്പിനോട് പറഞ്ഞിട്ടുണ്ട്. NGS പോലത്തെ ആളുകൾ ചിന്തിക്കാൻ വേണ്ടി പറയുക. ഞാനൊന്ന് പറയട്ടെ, എങ്ങനെ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളത്തിന്റെ ഭാഷാ പിതാവാവുക? അതിന്റെ 5 കൊല്ലം മുമ്പ് മണിപ്രവാളത്തിൽ, ശുദ്ധമായ മണിപ്രവാളത്തിൽ അതിമനോഹരമായ കവിത എഴുതി AD 1607 മൊഹീദ്ദിമാല എഴുതിയത് ഖാലി മുഹമ്മദ്. മൊഹീദ്ദിമാല എഴുതി 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് അധ്യാത്മരാമായണം എഴുതിയത്. ആര്? അപ്പോൾ മലയാള ഭാഷയുടെ പിതാവ് സാക്ഷാൽ ഖാലി മുഹമ്മദ്. അങ്ങനെ പറഞ്ഞ ഖാലി മുഹമ്മദ്. പക്ഷേ ഇതന്നെ വേണോ വേണ്ടേന്ന് മുസ്ലിമീങ്ങൾ തർക്കിക്കുക. പിന്നെ എങ്ങനെ നമ്മൾ സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കുക? ഇതൊക്കെ ഇവിടെ നിലനിർത്താനാണ് സമസ്ത അധ്വാനിച്ചത്. അള്ളാഹു ഇജ്ജത്ത് നിലനിർത്തട്ടെ. ഇതെങ്ങനെ കുഴിച്ചു മൂടാൻ കഴിയും എന്നാണ് ബിദ്അത്തിന്റെ കക്ഷികൾ അധ്വാനിച്ചത്. നിങ്ങൾ തീരുമാനിച്ചോളൂ, നിങ്ങൾക്ക് ബുദ്ധിയുണ്ടല്ല, ചിന്തിക്ക. എങ്ങനെ AD 1607 മലയാളത്തിലെ ആദ്യത്തെ മനോഹരമായ കാവ്യം എഴുതിയത് AD 1607 ആദ്യമായി എഴുതി. AD 1607 ആരാ എഴുതിയത്? ബഹുമാനപ്പെട്ട ഖാലി മുഹമ്മദ്. പശുവെ പായിച്ചാരെ ഇതിനു പടച്ചെന്ന് പശുവെ പറഞ്ഞോവർ ചുറ്റുവാർ കുത്തുബാണോരെല്ലാരും കഅബ തൊവാഫെന്നെ തൻ ചെയ്യുമെന്നോവർ കശ്മീറും രാവിൽ നടന്നങ്ങ് പോകുമ്പോൾ കൈവിരൽ ചൂട്ടാക്കി കാട്ടി നടന്നോവർ. ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി അവരുടെ അപദാനങ്ങളിൽ മണിപ്രവാളത്തിൽ മലയാളത്തെ അത്ഭുതപ്പെടുത്തിയ കവിത എഴുതി മലയാളത്തിന്റെ ഭാഷാ പിതാവ് ഖാലി മുഹമ്മദ്. ആ മഹതമായ സംസ്കാരം ആരിവിടെ നിലനിർത്തി? ആർക്കാ പറയാൻ കഴിയാ? ആരാണ് ഇവരുടെയൊക്കെ കൂടെയുള്ളത്? ജമാഅത്തെ ഇസ്ലാമിയുടെ വിശ്വവിജ്ഞാന കോശത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ IPH പ്രവർത്തകർ ഇതിന്റെ പരിസരത്തുണ്ടെങ്കിൽ അവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കൊരു പുസ്തകമുണ്ടല്ലോ, ഇസ്ലാമിക വിജ്ഞാന കോശം. ഇസ്ലാമിക വിജ്ഞാന കോശത്തിൽ മഹാനായ ഉമർ ഖാലിയെ നിങ്ങൾ പരിചയപ്പെടുത്തിയെടുത്തുണ്ടല്ലോ. ആ ഉമർ ഖാലി റഹ്മത്തുള്ളാഹി അലൈഹി പാട്ട് പാടിയിട്ട് റൗളയുടെ കവാടം പൊട്ടി. അത്രയും വലിയ ആശിഖുർ റസൂലാണ് മഹാനായ വലിയക്കോട് ഉമർ ഖാലി. അവർ ആരുടെ കൂടെയാ? ജമാഅത്തെ ഇസ്ലാമിക്കാർ ആ പുസ്തകം വിറ്റ് പൈസ ഉണ്ടാക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കാർ ഈ പുസ്തകം വിറ്റ് പൈസ ഉണ്ടാക്കുന്നു. IPH പുസ്തകത്തിലുണ്ട്, IPH ഇസ്ലാമിക വിജ്ഞാന കോശം. നിങ്ങൾ എഴുതിയിട്ടില്ലേ? ഞങ്ങളെ നീക്കിട്ട്, ഞങ്ങൾ സമസ്തയുടെ പ്രവർത്തകന്മാരെ ഞങ്ങളെ നീക്കിയിട്ട് നീ നിന്റെ കാര്യം പറ. നിങ്ങളുടെ ഇസ്ലാമിക വിജ്ഞാന കോശത്തിലില്ലേ മഹാനായ പുണ്യ മുഹമ്മദ് മുസ്തഫ റൗളയുടെ കവാടത്തിൽ പോയിട്ട് പാട്ട് പാടി മജഫദമൻ സലാമിൻ ഐനൈനി ലകിന്നഹു യജ്രി അലൽ ഖദ്ദൈനി മിൻ ഹുബ്ബി ഖൽബി സയ്യിദൽ കൗനൈനി ഹയ്യൻ വമൈതൻ ഫിത്തുറാബി റമീമാ സല്ലു അലൈഹി
വസല്ലിമു തസ്ലീമാ. ഈ ഉമർ ഖാലിയുടെ പേരിൽ ഈ അറബ് രാജാക്കന്മാരെ ബഹുമാനിക്കുന്ന, അറബ് രാജാക്കന്മാരെ മുന്നിൽ കവാത്ത് നടത്തുന്ന എത്രയെത്ര ബിദ്അത്തിന്റെ നേതാക്കന്മാർ കേരളത്തിലുണ്ടല്ലോ. ഏതെങ്കിലും ഒരു നേതാവിന്റെ പേരിൽ അറബ് നാട്ടിൽ ഒരു റോഡുണ്ടോ? ത്വായിഫിൽ റോഡുണ്ട്. ഷാരിഅ ഉമർ അൽ ഖാലി ത്വായിഫിലുണ്ട്. ത്വായിഫിൽ റോഡുണ്ട്. സൗദി അറേബ്യയിൽ ത്വായിഫിൽ റോഡ്. ആരുടെ പേരിൽ? പറ, ആരുടെ പേരിൽ? മഹാനായ വെളിയങ്കോട് ഉമർ ഖാലി. ആരുടെ ശിഷ്യൻ? മൗലത്തബീല മമ്പുറം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അജ്മൽ ശിഷ്യനായ വെളിയങ്കോട് ഉമർ ഖാലി റഹ്മത്തുള്ളാഹി അലൈഹി. ആരുടെ കൂടെയാ? സുന്നത്ത് ജമാഅത്തിന്റെ കൂടെ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിനെ നിസ്സാരപ്പെടുത്താൻ ഇവിടെ ഒരാൾ വിചാരിച്ചിട്ട് കാര്യമില്ല. അത് സംരക്ഷിക്കുകയാണ് സമസ്തയുടെ ധർമ്മം. അതാണ് ഇവിടെ ബഹുമാനപ്പെട്ട സമസ്ത സംരക്ഷിച്ചു പോരുന്നത്. ദീനിന്റെ അടയാളങ്ങളെ ദീനായി നിലനിർത്തുക. വെള്ളിയാഴ്ചയിലെ ഖുതുബ നിങ്ങൾ പ്രസംഗമാക്കി, വെള്ളിയാഴ്ചയിലെ ജുമാ നിങ്ങൾ മീറ്റിംഗുമാക്കി. അങ്ങനെയാണല്ലോ, അങ്ങനെയാവുമല്ലോ. പ്രസംഗം വെള്ളിയാഴ്ചയിലെ പ്രസംഗം. ഖുതുബ എന്നാൽ പ്രസംഗമല്ലേ? പ്രസംഗം എന്നാൽ ജനങ്ങൾക്ക് തിരിയണ്ടേ എന്ന് പറഞ്ഞു. എല്ലാ വഹാബിസത്തിന്റെ പള്ളികളിലും തോന്നിയതുപോലെ എണീറ്റ് നിന്ന് ഓരോരുത്തരും UDF-ഉം LDF-ഉം പറയാൻ തുടങ്ങി. കണക്കും മാങ്ങ കണക്കും പറയാൻ തുടങ്ങി. സ്കൂളിൽ കുട്ടികളെ ചേർക്കണോ ചേർക്കാത്തോ പറയാൻ തുടങ്ങി. ഏതാണ് വെള്ളിയാഴ്ചയിലെ ഖുതുബ? ആ ഖുതുബയുടെ ഭാഷ കേവലം അറബി. അറബി എന്ന നിലക്ക് ഭാഷാപരമായ അർത്ഥം വെച്ചാൽ എങ്ങനെ സ്വഹിയാവുക? ഖുതുബയുടെ ഭാഷാപരമായ അർത്ഥം നോക്കിയാൽ അത് പ്രസംഗമാണെങ്കിൽ പ്രസംഗത്തിന് വുദൂ ശർത്തുണ്ടോ? പ്രസംഗത്തിന് വുദൂ ശർത്തുണ്ടോ? വെള്ളിയാഴ്ച ഖുതുബക്ക് പ്രസംഗം വുദൂ ശർത്തില്ലേ? അതല്ല നിങ്ങളെ മൗലവിമാര് വുദൂല്ലാതെയാണോ ഇത് ചെയ്യുന്നത്? നിൽക്കുന്നത് പ്രസംഗത്തിന് നിൽക്കൽ ശർത്തുണ്ടോ? റഹ്മത്തുള്ള പ്രസംഗിക്കല്ലേ? ആണോ അല്ലേ? റഹ്മത്തുള്ള പ്രസംഗിക്കാണോ അല്ലേ? റഹ്മത്തുള്ള ഇപ്പോൾ പ്രസംഗിക്കാണോ അല്ലേ? നിങ്ങൾ തീരുമാനം പറയും മനുഷ്യന്മാര്. റഹ്മത്തുള്ള ഇപ്പോൾ പ്രസംഗിക്കാണോ അല്ലേ? നിൽക്കുന്നുണ്ടോ? ഇരുന്ന് ചെയ്താൽ പ്രസംഗാവൂലേ? വെള്ളിയാഴ്ച ഖുതുബ ഇരുന്ന് ചെയ്യാൻ പറ്റുമോ? എന്റെ അങ്ങനെ പ്രസംഗത്തിന് അങ്ങനെ കണക്കൊന്നുമില്ലല്ലോ. നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ വലിയ കാലുവേദനയാണ്. അതുകൊണ്ട് നമ്മളെ ഖത്തീബ് ഇരുന്നോട്ടെ എന്ന് പറയാൻ പറ്റൂല. മൂപ്പർക്ക് തൽക്കാലം താഴെ ഇറങ്ങിയിരുന്നിട്ട് ചെറുപ്പക്കാരാണ് കയറി ഖുതുബയുടെ ഓണം. മനസ്സിലായില്ല? നമ്മളെ കാളിയേർച്ച അല്ലേ? കാളിയേർച്ച 10-50 കൊല്ലവിടെ ഓതിയില്ലേ? കാല് വേദന ആണെങ്കിൽ തൽക്കാലം മൂപ്പരത് പറ. അങ്ങാടിയിലെ കവല പ്രസംഗത്തിന്റെ ഉദ്ഘാടനം ഇരുന്ന് പറ്റും. എന്ത് പറ്റൂല? വെള്ളിയാഴ്ച എന്തോട് ഖുതുബ പ്രസംഗമല്ല. അത് അള്ളാഹുള്ള ഇബാദത്താ. അത് നാശാക്കി. എന്തേ ഇവിടെ സമസ്ത ചെയ്തു? സമസ്ത ഇവിടെ അടിസ്ഥാനപരമായ ദീനിന്റെ അടിസ്ഥാനങ്ങളെ അങ്ങനെ നിലനിർത്താൻ വേണ്ടി അധ്വാനിച്ചു.